ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കില്ലോറയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് SLC മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അടുത്തവറ്റ് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികളാണ്. സമാന്തര ശ്രേണികൾ. അപ്പൊ എന്താണ് അടുത്തവറ്റ് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ചാപ്റ്റർ ആണിത്. അപ്പോൾ കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രമേ പഠിക്കാവുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാം ഒന്ന് പഠിച്ചു തീർക്കാം. ഓക്കെ, അപ്പൊ എന്താണ് സമാന്തര ശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാന്തര ശ്രേണി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പർ എടുത്ത് എഴുതുക. ഞാനിവിടെ 6 എടുത്ത് എഴുതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു നമ്പർ ഇതിനോട് റിപ്പീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 3 എടുക്കുകയാണെ. 6നോട് 3 ആഡ് ചെയ്ത് എന്ത് കിട്ടി, 9 കിട്ടി. വീണ്ടും 3 ആഡ് ചെയ്ത് 12 കിട്ടി. വീണ്ടും ആഡ് ചെയ്ത് എത്ര, 15 കിട്ടി. 18, 21 എക്സെട്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് അടുത്തായിട്ട് സീക്വൻസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു നമ്പർ എടുത്ത് എഴുതുക. ഞാനിവിടെ 6 എടുത്തത്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനോട് ഏതെങ്കിലും ഒരു നമ്പറിന് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് പോയാൽ മതി. 6നോട് 3 ആഡ് ചെയ്തപ്പോൾ 9 കിട്ടി. വീണ്ടും 3 ആഡ് ചെയ്തു 12 കിട്ടി. വീണ്ടും 3 ആഡ് ചെയ്ത് 15 കിട്ടി. വീണ്ടും ആഡ് ചെയ്തു 18 കിട്ടി. വീണ്ടും ആഡ് ചെയ്ത് എത്ര കിട്ടി, 21 കിട്ടി. ഇതെന്ത് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും. ഇതുപോലെ വേറെ ഒരെണ്ണം പറഞ്ഞാലോ, 5. അതിനോട് ഞാൻ 5 തന്നെ ആഡ് ചെയ്യുകയാണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, അടുത്ത 10 കിട്ടും. 5നോട് 5 ആഡ് ചെയ്ത് 10 കിട്ടും. നെക്സ്റ്റ് എന്ത് കിട്ടും, 15, 20, 25 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതുപോലെ വരാൻ വേറൊന്ന് പറയാണ്, 20, 18, 16, 14, 12. ഇതൊരു അടുത്തൊരു സീക്വൻസ് ആണോ? നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്, 6നോട് 3 കൂട്ടി എന്ത് ചെയ്തു, 9 എടുത്തു. 9നോട് വീണ്ടും 3 കൂട്ടി എന്നെടുത്തു, 12. വീണ്ടും 3 കൂട്ടി എന്നെടുത്തു, 15. വീണ്ടും 3 കൂട്ടി എന്നെടുത്തു, 18 എടുത്തു. ഇവിടെ 3 ആഡ് ചെയ്തല്ലേ പോയത്. ഇവിടെ ആണെങ്കിലോ 5നോട് 5 കൂട്ടിയപ്പോൾ എന്ത് കിട്ടി, 10 കിട്ടി. എഗെയിൻ 10നോട് 5 കൂട്ടിയപ്പോൾ എന്ത് കിട്ടി, 15 കിട്ടി. വീണ്ടും എന്ത് ചെയ്തു, 5 കൂട്ടിയപ്പോഴാണ് എന്ത് കിട്ടിയത്, 20 കിട്ടിയത്. ഇവിടെ എന്ത് ചെയ്തു, 5 ആഡ് ചെയ്ത് പോവേണ്ടത്. ഇവിടെ എന്താണ്, 3 ആഡ് ചെയ്ത് പോവേണ്ടത്. പക്ഷെ ഇവിടെ എന്താണ്, 20നോട് ഞാൻ 2 കുറച്ചപ്പോഴല്ലേ എനിക്ക് 18 കിട്ടിയത്. വീണ്ടും 18 എന്ത് ചെയ്തു, 2 കുറച്ചപ്പോൾ എന്ത് കിട്ടി, 16 കിട്ടി. 16 മൈനസ് 2 ചെയ്തപ്പോൾ എന്ത് കിട്ടി, 14 കിട്ടി. വീണ്ടും 14 2 കുറച്ചപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്, 12 കിട്ടിയത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, 2 വീതം കുറച്ച് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴും കിട്ടുന്ന നമുക്ക് എന്ത് തന്നെയാണ്, അടുത്തായിട്ട് സീക്വൻസ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നമ്പറിനോട് ഒരു നമ്പർ റിപ്പീറ്റ് ആയിട്ട് ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താലും ചെയ്യുന്ന എന്താണ്, കിട്ടുന്ന എന്ത് തന്നെയാണ്, അടുത്തായിട്ട് സീക്വൻസ് തന്നെയാണ്. ഓക്കെ, ഇനി ഈ അടുത്തായിട്ട് സീക്വൻസിൽ ഓരോ നമ്പേഴ്സിനെ നമ്മൾ പറയുന്നത് ടേം എന്നാണ്. ടേം എന്നാണ് ഇതിനെ പറയുന്നത്. അടുത്തായിട്ട് സീക്വൻസിലെ ഓരോ നമ്പേഴ്സിനെ പറയുന്നത് മലയാളത്തിൽ എന്ന് പറയും, പദം എന്ന് പറയും കേട്ടോ. മലയാളത്തില് പദം എന്ന് പറയും. ഇപ്പൊ നമ്മൾ ആദ്യം എഴുതിയ സീക്വൻസിൽ ഈ 6, 9, 12 എന്ന് പറഞ്ഞ ഓരോ സീക്വൻസില് ആദ്യത്തെ പദം ഏതാണ്, 6 ആദ്യ പദം അല്ലെങ്കിൽ എന്ത് പറയും, ഫസ്റ്റ് ടേം എന്ന് പറയും. ഫസ്റ്റ് ടേം ആണ് എന്തെന്ന് പറയുന്നത് 6. ഇതിനെ നമ്മൾ ആൾജിബ്രായിക് ഫോമിലാണെങ്കിൽ x1 x2 എന്നാണ്. അയ്യോ, ഇതിന്റെ ആൾജിബ്രായിക് ഫോമിൽ എഴുതിയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടേമിനെ x1 എന്നാണ് നോട്ടേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ടേമിനെ എന്ത് കാണിക്കും, x2. അടുത്ത എന്താ, x3, x4 എക്സെട്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ ഇതാണെന്ന് പറയുന്നത് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം എന്ന് പറയുന്നത്. ഇതെന്താണ്, x2 എന്ന് പറയുന്നത് എന്താണ്, രണ്ടാമത്തെ പദമാണ് അല്ലെങ്കിൽ സെക്കൻഡ് ടേം ആണ്. ഇതെന്താണ്, മൂന്നാമത്തെ പദമാണ്. ഇതെന്താ, നാലാമത്തെ പദമാണ്. ഓക്കെ, ഇനി എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് സീക്വൻസ് എഴുതിയപ്പോൾ എന്താ എഴുതിയത്, 6നോട് 3 കൂട്ടിയല്ലേ പോയത്. 6നോട് 3 കൂട്ടി 9, അടുത്ത 12, 15, 18, 21 ഇങ്ങനെയല്ലേ പോയത്. ഇവിടെ നമ്മൾ ഈ ആഡ് ചെയ്യാനെടുത്ത് ഈ നമ്പർ ഇല്ലേ, 3 എന്ന് പറയുന്ന ഈ നമ്പർ, ഇതിനെയാണ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്, ഒരു നമ്പറിനോട് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി എടുത്ത നമ്പർ ഇല്ലേ, അതിനെയാണ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതിനെ കോമൺ ഡിഫറൻസിനെ ഡി വെച്ചാണ് നോട്ടേറ്റ് ചെയ്യുന്നത്. മലയാളത്തിൽ അതെന്ന് പറയും പൊതു വ്യത്യാസം എന്ന് പറയും. പൊതു വ്യത്യാസം എന്ന് പറയും. ഓക്കെ, അപ്പോ ഒരു സീക്വൻസ് കണ്ട് അതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു ടൈം എടുക്കാനായിട്ട് 18 എടുത്തു, അതിന് തൊട്ട് മുമ്പുള്ള ടൈം എന്ത് ചെയ്താൽ മതി, അതിൽ നിന്ന് കുറച്ചാൽ മതി. 18 നിന്ന് 15 കുറച്ചാൽ എനിക്ക് എന്ത് കിട്ടും, 3 കിട്ടി. 21 എടുത്തു, 21 തൊട്ട് മുമ്പുള്ള ടൈം കുറച്ചാൽ എനിക്ക് എന്ത് കിട്ടും, 3 തന്നെ കിട്ടും. അതിനാണെന്ന് പറയുന്നത്
കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതാ നോക്കൂ, ഈ x7 എന്ന് പറയുന്നത് എന്താണ്? ഏഴാമത്തെ ടൈം അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ആണ്, x2 എന്താണ്? സെക്കൻഡ് ടൈം ആണ്, ഇത് തേർഡ് ടൈം ആണ്, ഫോർത്ത് ടൈം ആണ്, ഫിഫ്ത് ടൈം ആണ്, എക്സെട്രാ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ ഈ x7 എന്ന് പറയുന്നത് എന്താണ്? ഏഴാമത്തെ ടൈം ആണ്. ഈ ഏഴാമത്തെ ടൈം എങ്ങനെയാണ് കിട്ടിയത്? x1 എന്ന് പറയുന്ന ഫസ്റ്റ് ടൈമിനോട് ഞാൻ എത്ര തവണ ഡി ആഡ് ചെയ്തു? 6 തവണ ഡി ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്? ഏഴാമത്തെ ടൈം കിട്ടിയത്. ഇവിടെ നോക്കിയേ, ഇതെന്താ? ഫസ്റ്റ് ടൈം ആണ്, ഇത് സെക്കൻഡ് ടൈം ആണ്. ഈ സെക്കൻഡ് ടൈം എനിക്ക് എങ്ങനെയാണ് കിട്ടിയത്? x1നോട് ഒരു തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്? സെക്കൻഡ് ടൈം കിട്ടിയത്. ഇതിനോട് വീണ്ടും ഞാൻ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? തേർഡ് ടൈം കിട്ടും. എന്ന് വെച്ചാൽ x1നോട് രണ്ട് തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്? x3 കിട്ടിയത്, അല്ലെങ്കിൽ തേർഡ് ടൈം കിട്ടിയത്. അപ്പോൾ x7 കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? x1നോട് എന്ത് ചെയ്യണം? 6 തവണ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. ഇനി ഇവിടെ നോക്കി, ഇവിടെ x4 ഉണ്ട്, ഇവിടെ x5 ഉണ്ട്. എന്ന് വെച്ചാൽ നാലാമത്തെ ടൈമും ഉണ്ട്, അഞ്ചാമത്തെ ടൈമും ഉണ്ട്. ഈ നാലാമത്തെ ടൈമിനോട് ഞാൻ വീണ്ടും ഒരു തവണ ഡി ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്? അഞ്ചാമത്തെ ടൈം കിട്ടിയത്. എന്ന് വെച്ചാൽ x4 പ്ലസ് ഡി ആണ് എന്തെന്ന് പറയുന്നത് x5 എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നാലാമത്തെ ടൈമിനോട് ഒരു തവണ എന്താ ആഡ് ചെയ്തപ്പോൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? അഞ്ചാമത്തെ ടൈം കിട്ടി. ഓക്കെ, ഞാൻ നാലാമത്തെ ടൈമിനോട് രണ്ട് തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? നാലാമത്തെ ടൈമിനോട് ഒരു തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്? അഞ്ചാമത്തെ ടൈം കിട്ടിയത്. അപ്പൊ രണ്ട് തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? തൊട്ടടുത്ത ടൈം കിട്ടും, ആറാമത്തെ ടൈം കിട്ടും. എന്നുവെച്ചാൽ ഈ നാലിനോട് എന്ത് ചെയ്തു? രണ്ട് ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ആറാമത്തെ ടൈം കിട്ടി. നാലിനോട് രണ്ട് തവണ എന്താ ആഡ് ചെയ്തപ്പോൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ആറാമത്തെ ടൈം കിട്ടി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. x7 എന്ന് പറയുന്നത് എന്താണ്? x1നോട് 6 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതാണ്. അതുപോലെ x5 എന്ന് പറയുന്നത് എന്താണ്? x1നോട് 4 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതാണ്. x10 എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? x1നോട് 9 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതായിരിക്കും. അങ്ങനെയാണെങ്കിലേ എന്റെ കയ്യിൽ x7 ഉണ്ട്, ഏഴാമത്തെ ടൈം ഉണ്ട്. എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? എനിക്ക് ഒമ്പതാമത്തെ ടൈം കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? x7നോട് 7നോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുന്നത്? രണ്ട് കൂട്ടികളല്ലേ? അപ്പൊ ഈ രണ്ട് തവണ എന്ത് ചെയ്താൽ മതി? ആ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. x7നോട് രണ്ട് തവണ എന്ത് ചെയ്ത് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? x9 കിട്ടി. ഓക്കെ, എന്റെ കയ്യിൽ x10 ഉണ്ട്, എനിക്ക് വേണ്ട എന്താണ്? x15 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിനോട് എത്ര തവണ? 10നോട് എത്ര തവണ ആഡ് ചെയ്താൽ 15 കിട്ടും. 5 ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ ഇവിടെ എന്താ ആഡ് ചെയ്താൽ മതി? 5 തവണ എന്താ ആഡ് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത എന്താണ് പൊസിഷൻ ആൻഡ് ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സീക്വൻസ് എഴുതിയാണ്. 5, 10, 15, 20, 25, 30, 35 എക്സെട്ര. ഇതെന്താണ്? ഫസ്റ്റ് ടൈം ആണ്. ഇതെന്താണ്? സെക്കൻഡ് ടൈം ആണ്. ഇതെന്താണ്? തേർഡ് ടൈം ആണ്. അതായത് ഫസ്റ്റ് ടൈം ആണ്, ഇത് സെക്കൻഡ് ടൈം ആണ്, തേർഡ് ടൈം ഇതെന്താ? ഫോർത്ത് ടൈം ആണ്, ഇത് അഞ്ചാമത്തെ ടൈം, ആറാമത്തെ ടൈം, ഏഴാമത്തെ ടൈം. ഈ ബ്ലാക്കിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ഇത് പദങ്ങളാണ്, ടേംസ് ആണ്. ഇതൊക്കെ എന്താണ്? ഇതെന്ന് പറയുന്നത് പദങ്ങളാണ്, അല്ലെങ്കിൽ എന്താണ്? ടേംസ് ആണ്. ഈ താഴെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഈ താഴെ എഴുതിയിരിക്കുന്നത് ഇവയുടെ പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഈ അഞ്ചെന്ന് പറയുന്ന ടൈം എന്താണ്? ഒന്നാമത്തെ ടൈമാണ്. അതുപോലെ രണ്ടാമത്തെ ടൈമാണെന്ന് പറയുന്നത് 10, ഈ മൂന്നാമത്തെ ടൈമാണ് 15, നാലാമത്തെ ടൈമാണ് 20, അഞ്ചാമത്തെ ടൈമാണ് 25. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഈ താഴെ എഴുതിയിരിക്കുന്നതാണ് പൊസിഷൻ എന്ന് പറയുന്നത്, മുകളിൽ എഴുതിയിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ടേം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ എന്താ? ഏഴാമത്തെ ടൈമിനോട് രണ്ട് തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഒമ്പതാമത്തെ ടൈം കിട്ടി. ഞാൻ ഈ ഏഴാമത്തെ ടൈമിനടുത്ത് ഇപ്പം കൊണ്ടുപോയാൽ എന്താവും? x9 മൈനസ് x7 ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 2d എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ എന്താ? ആ രണ്ട് ടേംസിന്റെ ഡിഫറൻസ് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണ്? കോമൺ ഡിഫറൻസിന്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ കിട്ടിയത്. അതുകൊണ്ട് ഇവിടെ നോക്കിയേ, x10 പ്ലസ് 5d ആണെന്ന് പറയുന്നത് x15 എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ
15ാമത്തെ ടേമിൽ നിന്ന് 10ാമത്തെ ടേം കുറച്ചാൽ എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 5D ആയിരിക്കും കിട്ടുന്നത്. വീണ്ടും എന്താ കിട്ടിയത്? 2 ടേംസിന്റെ ഡിഫറൻസ് എടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസിന്റെ ഒരു മൾട്ടിപ്പിൾ കിട്ടി. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടേം ഡിഫറൻസ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ്. ഓക്കെ, അടുത്ത എന്താണ് മിഡിൽ ടേം പ്രോപ്പർട്ടി എന്ന് നോക്കാം. നമ്മൾ ഇവിടെ നമ്മൾ എങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഒരു സീക്വൻസ് തന്നിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എങ്ങനെയാണ് പറഞ്ഞത്? ഒരു ടേം എടുക്കുക, ഏതെങ്കിലും ഒരു ടേം എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതിന് തൊട്ട് മുമ്പുള്ള ടൈം അതിൽ നിന്ന് കുറയ്ക്കുക. 21 എന്ന് പറയുന്ന ടൈം എടുത്തു, അതിന് തൊട്ട് മുമ്പുള്ള ടൈം എടുത്തോ 18 ആയിരുന്നു. 21 നിന്ന് 18 കുറച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 3 കിട്ടി. പക്ഷെ ഇവിടെ എനിക്ക് എന്തല്ല, അടുത്തടുത്തുള്ള ടൈംസ് അല്ല തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ടുപിടിക്കും. ഇവിടെ x7 തന്നിട്ടുണ്ട്, x9 തന്നിട്ടുണ്ട്. അവിടെ നിന്ന് എനിക്ക് എങ്ങനെ ഡി കണ്ടുപിടിക്കാൻ പറ്റും? ഈ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. എന്ത് ചെയ്യുക? x9 മൈനസ് x7 ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ പൊസിഷൻസ് കണ്ടോ? ഇത് 9ാമത്തെ ടൈമാണ്, ഇത് എന്താണ്? 7ാമത്തെ ടൈമാണ്. അവിടെ തമ്മിലുള്ള ഡിഫറൻസ് എത്ര കിട്ടും? 2 കിട്ടും. ഈ 2നെ ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്തായിരിക്കും എന്ത് കിട്ടും? ഡി അല്ലേ കിട്ടുന്നത്. 2D/2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി അല്ലേ കിട്ടുന്നത്. അത് നോക്കിയോ, x3 പ്ലസ് 4D ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? 3ാമത്തെ ടൈമിനോട് 4 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. അപ്പൊ കിട്ടുന്ന എന്താ? x7 അല്ലേ, 7ാമത്തെ ടൈം അല്ലേ. ഞാൻ ഈ 3യെ ഇപ്പുറം കൊണ്ടുപോവുകയാണ്. അപ്പൊ എന്താവും? 4D ഈക്വൽ ടു x7 മൈനസ് x3 എന്നാവും. ഇപ്പൊ എന്താ കിട്ടിയേ? 2 ടേംസിന്റെ ഡിഫറൻസ് ആയിട്ട് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസിന്റെ ഒരു മൾട്ടിപ്പിൾ കിട്ടി. ഇനി ഇവിടുന്ന് ഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 4നെ ഇപ്പുറം കൊണ്ടുപോയാൽ പോയി. അപ്പൊ എന്താവും? ഡി ഈക്വൽ ടു x7 മൈനസ് x3/4 എന്നായി. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? നമുക്ക് നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്? x7 ഉണ്ടായിരുന്നു, x3 ഉണ്ടായിരുന്നു. വെച്ചാൽ 7ാമത്തെ ടൈമും ഉണ്ട്, 3ാമത്തെ ടൈമും ഉണ്ട്. അവിടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. എങ്ങനെയാ കണ്ടുപിടിച്ചത്? നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഈ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു. അതാണെന്ന് പറയുന്നത് x7 മൈനസ് x3 എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവരുടെ പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു. 7ാമത്തെ ടൈമാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ പൊസിഷൻ എന്താണ്? 7ആണ്. സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? 7ആണ്. ഇവിടെ എന്തായിരുന്നു? 3ാമത്തെ ടൈം ആയിരുന്നു. അപ്പൊ പൊസിഷൻ എത്രയാണ്? 3 ആണ്. ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഞാൻ എന്ത് ചെയ്തത്? ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്തത്. 7 മൈനസ് 3 അല്ലേ 4 എന്ന് പറയുന്നത്, അതല്ലേ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ എന്താ? 7ാമത്തെ ടൈമും 3ാമത്തെ ടൈമും തന്നിട്ടുണ്ട്. എന്നിട്ട് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്തത്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്തത്? ഈ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു. x7 മൈനസ് x3 ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസിന് എന്ത് ചെയ്തു? ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ x5 തന്നിട്ടുണ്ട്, x10 തന്നിട്ടുണ്ട്. ഇവിടെ എങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ടേംസ് ഏതൊക്കെയാണ്? x10ഉം x5ഉം ആണ്. അവിടെ തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു. എന്നിട്ട് അതിനെ എന്ത് ചെയ്തു? ഈ പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. 10 മൈനസ് 5 എത്ര കിട്ടും? 5. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാവേ. ഞാൻ പറയുന്നു x8 എന്ന് പറയുന്നത് 57 ആണ്. ഓക്കെ, x10 എന്ന് പറയുന്നത് എന്താ? 62 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഡി എങ്ങനെ കണ്ടുപിടിക്കും? 65 ആയി എടുത്തേ. ആകട്ടെ. ഓക്കെ, ഇവിടുന്ന് ഡി എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? പൊസിഷൻസ് അല്ല, ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കണം. അപ്പൊ എന്ത് ചെയ്യണം? 65 നിന്ന് 57 കുറയ്ക്കണം. എത്ര കിട്ടും? 65 മൈനസ് 57 എത്ര കിട്ടും? 8 കിട്ടും അല്ലേ. 8 പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ എത്ര കിട്ടും? അതായത് 10ാമത്തെ ടൈമാണ്, ഇതെന്താണ്? 8ാമത്തെ ടൈമാണ്. അപ്പൊ പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എത്ര കിട്ടും? 4 കിട്ടും അല്ലെ, 2 കിട്ടും. 10 മൈനസ് എത്രയാണ്? 2 കിട്ടും. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8/2 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 4 കിട്ടും. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ്? 4 ആണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 8ാമത്തെ ടൈം എന്താണ്? 57 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് 4 ആണെങ്കിൽ തൊട്ടടുത്ത ടൈം എന്തായിരിക്കും? 57 പ്ലസ് 4 എത്രയായിരിക്കും? 61 ആയിരിക്കും. തൊട്ടടുത്ത ടൈം എത്രയായിരിക്കും? 61 പ്ലസ് 4 എത്രയായിരിക്കും? 65 ആയിരിക്കും. അപ്പൊ കറക്റ്റായിട്ട് കിട്ടിയില്ലേ? ഇതെന്താണ്? x8 ആയിരുന്നു. ഇതെന്താണ്? x10 ആയിരുന്നു. അപ്പൊ 8ാമത്തെ ടൈം എന്താണ്? 57 കിട്ടി. 10ാമത്തെ ടൈം എന്ന് കിട്ടി? 65 കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? തൊട്ട് അടുത്തുള്ള ടേംസ് അല്ല വന്നിരിക്കുന്നതെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, സീക്വൻസിന്റെ സമ്മ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സം അല്ലെങ്കിൽ തുക എങ്ങനെ കണ്ടുപിടിക്കാന്ന് നോക്കാം. ഞാനിവിടെ സീക്വൻസ് എഴുതിയാണ് 5, 10, 15, 20, 25, 30, 35, 40, 45 ഇങ്ങനെ പോകുന്ന സീക്വൻസ് എഴുതാണ്. ഞാൻ ഇതില് എവിടെയെങ്കിലും ഉള്ള കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള കുറച്ച് ടൈംസ് എടുക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഈ 3 ടൈംസ് എടുത്തു. 15, 20, 25 എടുത്തു. എനിക്ക് എന്ത് വേണം, ഇവരുടെ സമ്മ് വേണം അല്ലെങ്കിൽ തുക വേണം. സം അല്ലെങ്കിൽ എന്ത് വേണം, തുക വേണം. ഈ തുക ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? 15 + 20 + 25 ചെയ്താൽ പോരെ. 15 + 20 എത്ര കിട്ടും? 35 കിട്ടും. + 25 എത്ര കിട്ടും? 60 കിട്ടും. ഇതെനിക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യാൻ പറ്റുമോ? ഈ 60 എന്ന് പറയുന്നത് ഈ നടുക്ക് കിടക്കുന്ന ടൈം ഇല്ലേ, 20 ഇല്ലേ, 20ന്റെ എന്താ 3 ടൈംസ് അല്ലേ? ഈ 3 എവിടെ നിന്ന് കിട്ടിയേ? 20 എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, ഈ നടുക്ക് കിടക്കുന്ന ടൈമാണെന്ന് പറഞ്ഞു. അപ്പോഴീ 3 എവിടെ നിന്നാ വന്നേ? 3 എന്ന് പറയുന്നത് നമ്മൾ എത്ര ടേംസ് എടുത്തു എന്നുള്ളതിന്റെ നമ്പർ അല്ലേ. നമ്മൾ ഈ 15 മുതൽ 25 വരെയുള്ള 3 ടേംസിന്റെ എടുത്താ, 1, 2, 3 ടേംസിന്റെ എടുത്താ, ആ ടേംസിന്റെ എണ്ണമാണെന്ന് പറയുന്നത് ഈ 3 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്, കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ടേംസിന്റെ സമ്മ് എന്ന് പറയുന്നത് എന്താണ്, മിഡിൽ ടേം ഇൻറ്റു എന്താണ്, നമ്പർ ഓഫ് ടേംസ് ആണ്. ഞാൻ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ടൈംസ് അറിയാം. 1, 2, 3, 4, 5 ടൈംസ് അറിയുന്നു. 15 മുതൽ 35 വരെയുള്ള ടൈംസ് അറിയുന്നു. 15 മുതൽ ഇത്രയും ടൈംസിന്റെ സമ്മാണ് എനിക്ക് വേണ്ടത്. അപ്പൊ എങ്ങനെയും 15 + 20 + 25 + 30 + 35 ആണ്. ചെയ്യുമ്പോൾ എത്ര കിട്ടും? 15, 20 എത്ര? 35, 35, 20 എത്ര? 60, 60, 30, 90, 90, 35, 125 എന്ന് കിട്ടും. 125 എന്ന് കിട്ടി. ഈ 125 എവിടെ നിന്ന് കിട്ടിയേ? ഇവിടെ നമ്മൾ മിഡിൽ ടൈം നോക്കിയേ, മിഡിൽ ടൈം എന്ന് കിട്ടും 25 എന്ന് കിട്ടും. 25ന്റെ അപ്പുറത്തോട്ട് എത്ര പേരുണ്ട്? 2 പേരുണ്ട്. ഇപ്പുറത്തോട്ട് എത്ര പേരുണ്ട്? 2 പേരുണ്ട്. അപ്പൊ മിഡിലിൽ കിടക്കുന്ന ആളെ എണ്ണാണ് 25ആണ്. ഈ 25നെ നമ്മൾ എത്ര ടൈംസ് ആണ് എടുത്തിരിക്കുന്നത്? 1, 2, 3, 4, 5 ടൈംസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 25നെ നമ്മൾ എടുത്ത ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 25 × 5 എത്ര കിട്ടും? 125 എന്ന് കിട്ടും. അതാ പറഞ്ഞേ. എന്താണ് സം എന്ന് പറയുന്നത്? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ് ആയിരിക്കും. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ എടുക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഓഡ് നമ്പർ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മളതാ ഇവിടെ ആദ്യം എടുത്തത് എന്താണ്? 3 ടൈംസ് ആണ് എടുത്തത്. കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 ടൈംസ് ആണ് എടുത്തത്. രണ്ടാമത് എടുത്തത് എന്താണ്? കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 5 ടൈംസ് ആണ് എടുത്തത്. അപ്പൊ ഈ 3 എന്ന് പറയുന്നതും 5 എന്ന് പറയുന്നതും എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ എന്താണ്? ഓഡ് നമ്പർ ഓഫ് ടൈംസ് എടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അത് നോക്കിയോ, ഞാനിവിടെ 2, 4, 6, 8, 10, 12, 14, 16, 18, 20 ഇങ്ങനെയുള്ള സൈക്കിൾസ് ഇരിക്കുകയാണ്. ഇവിടെ ആരും ഒന്നല്ല ഓഡ് നമ്പർ ആയിട്ടുള്ള ടൈംസ് ആരും ഇല്ല അല്ലെ. എല്ലാം എന്താണ്? ഈവൻ നമ്പേഴ്സ് അല്ലേ. 2, 4, 6, 8, 10, 12 എന്ന് പറഞ്ഞ പോണ നമ്പേഴ്സ് എല്ലാം എന്താണ്? ഈവൻ നമ്പേഴ്സ് ആണ്. പക്ഷെ ഞാൻ എടുക്കാൻ പറഞ്ഞാൽ എന്താ? നമ്പർ എന്തായിരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്നവരുടെ എണ്ണം എത്രയായിരിക്കണം? ഓഡ് നമ്പർ ആയിരിക്കണം. ഈ 3 പേര് എടുക്കുകയാണ്. അപ്പൊ എത്ര? 2 + 4 + 6 എത്ര കിട്ടും? 12 എന്ന് കിട്ടും. 12 എന്ന് പറയുന്നത് എന്താണ്? ഈ മിഡിൽ ടൈം ആര്? 4 ഇൻറ്റു നമ്മൾ എടുത്ത ടൈംസ് എത്രയാണ്? 3. ഈ 3 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എന്തായിരിക്കണം? എപ്പോഴും ഓഡ് ആയിരിക്കണം. പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ടേംസിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കണം? എപ്പോഴും ഓഡ് ആയിരിക്കണം. ഓക്കെ, ഞാൻ ഇവിടെ മുതൽ എടുക്കുകയാണ്. 8, 10, 1, 2, 3, 4, 5, 6, 7 ടൈംസ് എടുക്കുകയാണ്. ഇത്രയും ടൈംസ് എടുക്കുകയാണ്. ഇവയുടെ സമ്മ് എനിക്ക് ആഡ് ചെയ്ത് നോക്കാതെ കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെ ചെയ്താൽ മതി? ഇതിന്റെ മിഡിൽ ടൈം എടുത്താൽ മതി. 7 ടൈംസ് ഉണ്ട്. എത്ര? 7 ടൈംസ് ഉണ്ട്. അപ്പോൾ അതിന് മിഡിൽ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? മിഡിൽ ടൈം കണ്ടുപിടിക്കാനായിട്ട് ഈ 7നോട് 1 കൂട്ടിയിട്ട് 2 ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 7 + 1 8/2 എന്ന് പറയുന്നത് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 4ാമത്തെ ടേം ആണെന്ന് പറയുന്നത് മിഡിൽ ടൈം. ഞാൻ ഇവിടെ മുതലാണ് എടുത്തിരിക്കുന്നത്. അപ്പം
ഇവിടെ മുതൽ 1, 2, 3, 4 എന്ന് പറയുന്നത് എത്ര കിട്ടി? 14 എന്ന് കിട്ടി. എന്ന് വെച്ചാൽ നാലാമത്തെ ടൈം എന്ന് പറയുന്നത് എന്താണ്? 14 ആണ്. 14നെ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഞാനിവിടെ എത്ര നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്, എത്ര ടൈംസ് എടുത്തിട്ടുണ്ട്? 1, 2, 3, 4, 5, 6, 7 ടൈംസ് എടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 14ന് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 49, 98 കിട്ടും. നമ്മളിവിടെ ആഡ് ചെയ്ത് നോക്കിയാലും അതേ നമ്പറായിരിക്കും കിട്ടുന്നത്. ആഡ് ചെയ്യാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞത്? ഈ മെത്തേഡ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സം ഓഫ് ടൈംസ് എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ടൈം ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ് ആയിരിക്കും. ഇനി സം കണ്ടുപിടിക്കാനുള്ള വേറൊരു മെത്തേഡാണ് ഈക്വൽ പൊസിഷൻ സം എന്ന് പറയും. ഓക്കെ, ഇവിടെ 5, 10, 15 എന്ന് പറഞ്ഞു പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഇവിടെ ഞാൻ നാലാമത്തെ ടൈം എടുക്കുകയാണ്. നാലാമത്തെ ടൈം ഏതാണ്? 20 ആണ്. ഈ നാലാമത്തെ ടൈമിൽ നിന്ന് ഞാൻ ഒരു തവണ മുമ്പിലേക്കും പോയി, ഒരു തവണ ബാക്കിലേക്കും പോയി. അപ്പൊ എനിക്ക് ആരെയാ കിട്ടും? മൂന്നാമത്തെ ടൈമും കിട്ടും, അഞ്ചാമത്തെ ടൈമും കിട്ടും. മൂന്നാമത്തെ ടൈമാരാണ് 15ആണ്, അഞ്ചാമത്തെ ടൈമാരാണ് 25ആണ്. ഇവരുടെ സമ്മേളനത്തിൽ എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 15 + 25 എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 40 തന്നെ കിട്ടുന്നത്. ഈ 40 എന്ന് പറയുന്ന ആരാണ്? ഈ നടുക്ക് കിടക്കുന്ന ടൈമിന്റെ ഡബിൾ അല്ലേ? നടുക്ക് കിടക്കുന്ന ടൈം ആരാണ്? മിഡിൽ ടൈം ആരാണ്? 20ആണ്. 20നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു, അല്ലെങ്കിൽ 20ന്റെ ഇരട്ടി എടുത്തപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്? 40 കിട്ടിയത്. ഇവിടെ ഞാൻ എന്താ ചെയ്തത്? 4ൽ നിന്ന് ഒരു തവണ മുന്നിലേക്കും പോയി, ഒരു തവണ എന്ത് ചെയ്തു? പുറകിലേക്കും പോയി. ഞാൻ 4ൽ നിന്ന് 2 തവണ മുന്നിലേക്ക് പോവുകയാണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ആറാമത്തെ ടൈം ആയിട്ടുള്ള 30 കിട്ടും. ഇവിടെ നിന്ന് 2 തവണ ബാക്കിലേക്കും പോയി. അപ്പൊ എത്ര കിട്ടും? രണ്ടാമത്തെ ടൈം ആയിട്ടുള്ള എന്ത് കിട്ടും? 10 കിട്ടും. ഞാൻ അവരുടെ സമ്മേളനത്തിൽ എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 10 + 30 എന്ന് പറയുന്നത് വീണ്ടും എന്ത് തന്നെ കിട്ടും? 40 തന്നെ കിട്ടും. അതെന്താണ്? ഇവരുടെ മിഡിൽ ടൈം വെച്ചാൽ രണ്ടാമത്തെ ടൈമും ആറാമത്തെ ടൈമും. അവരുടെ മിഡിൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നാലാമത്തെ ടൈമാണ്. അതിന്റെ എന്താണ്? 2 ടൈംസ് ആയിരിക്കും അല്ലെ? 10 + 30 എന്ന് പറയുന്നത് എന്താ? വീണ്ടും 20 കിട്ടി. അതെന്താണ്? ഈ മിഡിൽ ടൈമിന്റെ 2 ടൈംസ് തന്നെയാണ്. ഞാൻ ഇവിടെ നിന്ന് 3 തവണ മുന്നിലേക്ക് പോയാലോ? 1, 2, മൂന്നാമത്തെ ടൈം എന്ന് പറയുന്നത് എന്ത് കിട്ടും? അല്ല, 3 തവണ മുന്നിലേക്ക് പോകുമ്പോൾ ഏത് ടൈമിലായി? ഏഴാമത്തെ ടൈമിലെത്തി. അതെന്ന് പറയുന്നത് എന്താണ്? 35ആണ്. 3 തവണ ബാക്കിലേക്ക് പോകുമ്പോഴോ ഫസ്റ്റ് ടൈം കിട്ടും. അതെന്ന് പറയുന്നത് എന്താണ്? 5ആണ്. അവയുടെ സം എടുക്കുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? 5 + 35 എന്ന് പറയുന്നത് എന്താണ്? എഗെയിൻ 40 തന്നെ കിട്ടിയില്ലേ? അതെന്താണ്? ഈ മിഡിൽ ടൈമിന്റെ 2 ടൈംസ് അല്ലേ? 2 ഇൻറ്റു മിഡിൽ ടൈം എന്ന് പറയുന്നത് ഏതാണ്? 20 ആണ്. അപ്പൊ 2 ഇൻറ്റു 20 അല്ലേ വീണ്ടും എനിക്ക് എന്ത് കിട്ടിയത്? 40 കിട്ടിയത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ? ഒരേ പൊസിഷൻ സമ്മുള്ള ടേംസിന്റെ സമ്മം എന്തായിരിക്കും? സെയിം ആയിരിക്കും. പൊസിഷൻ സമ്മം എന്ന് പറഞ്ഞാൽ നോക്കിയോ, ഇത് ഏതാണ്? തേർഡ് ടൈമാണ്. ഇത് ഏതാണ്? ഫിഫ്ത് ടൈമാണ്. ഇവരുടെ പൊസിഷൻസ് എത്രയാണ്? 3ഉം 5ഉം അല്ലേ? ഇവയുടെ പൊസിഷൻസിന്റെ സമ്മം എനിക്ക് എത്ര കിട്ടി? 3ഉം 5ഉം കൂട്ടിയപ്പോ എത്ര കിട്ടി? 8 എന്ന് കിട്ടി. എന്ന് വെച്ചാൽ പൊസിഷൻ സമ്മ് 8 വരുന്ന ടേംസിന്റെ സമ്മാണ് എനിക്ക് എത്ര കിട്ടിയത്? 40 എന്ന് കിട്ടിയത്. ഓക്കെ, ഇനി ഈ പൊസിഷൻ സമ്മ് 8 ഇടുന്ന വേറെ ഒക്കെ പേസ് ഉണ്ട്. നമ്മുടെ സീക്വൻസ് ഏതായിരുന്നു? നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 5, 10, 15, 20, 25, 30, 35, 40, 45 ഇങ്ങനെ പോകുന്നതായിരുന്നു നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞത് എന്താ? അത് പൊസിഷൻസ് കൂടെ എഴുതാവേ. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തേതാണ്, രണ്ടാമത്തെ ടൈം, മൂന്നാമത്തെ ടൈം, നാലാമത്തെ ടൈം, അഞ്ചാമത്തെ ടൈം, 6, 7, ഇത് 8, ഇത് 9ാമത്തെ ടൈം. ഓക്കെ, ഞാൻ പറഞ്ഞത് എന്താ? ഒരേ പൊസിഷൻ സമ്മ കിട്ടുന്ന ടൈംസിന്റെ സമ്മ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഞാനിവിടെ മൂന്നാമത്തെയും അല്ല നാലാമത്തെയും ആറാമത്തെ ടൈംസ് എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ പൊസിഷൻ സമ്മ എനിക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടി. പൊസിഷൻ സമ്മ് 10 ആയിട്ട് വരുന്ന ടേംസിന്റെ സമ്മ എത്രയാണ്? ഈ ടേംസ് ഏതൊക്കെയാണ്? നാലാമത്തെ ടൈം എന്ന് പറയുന്നത് 20ആണ്, ആറാമത്തെ ടൈം എന്ന് പറയുന്നത് 30ആണ്. അപ്പൊ അവയുടെ സമ്മ എത്രയെന്ന് കിട്ടി? ഈ 50 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ പൊസിഷൻ സമ്മ കിട്ടാനായിട്ട് വേറെ ഒക്കെ പേസ് എടുക്കാൻ പറ്റും. ഞാൻ 4ഉം 6ഉം ആണ് ഇപ്പൊ എടുത്തത്. വെച്ചാൽ 4ന്റെയും 6ന്റെയും സമ്മ എനിക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടും. അതുപോലെ വേറെ ഒക്കെ പേസ് എടുക്കാൻ പറ്റും. 3ഉം 7ഉം എടുത്തൂടെ? 2ഉം 8ഉം എടുക്കാമല്ലോ. 1ഉം 9ഉം എടുക്കാം. പിന്നെ അതൊക്കെ എടുക്കാം. 5ഉം 5ഉം എടുക്കാം. അപ്പം ഈ പൊസിഷൻസിലുള്ള ടൈംസിന്റെ സമ്മ എനിക്ക് എന്ത് തന്നെ വരണം? 50 തന്നെ വരണം. ചെക്ക് ചെയ്ത് നോക്കാം. മൂന്നാമത്തെയും 7ാമത്തെ ടൈംസ്. മൂന്നാമത്തെ ടൈം ഏതാണ്?
മൂന്നാമത്തെ ടൈം എന്ന് പറയുന്നത് 15ആണ്. ഏഴാമത്തെ ടൈം ഏതാണ്? 35ആണ്. 35 പ്ലസ് 15 ചെയ്യുമ്പോഴേ എനിക്ക് എത്ര തന്നെ കിട്ടും? 50 തന്നെ കിട്ടത്തില്ലേ? എത്ര? തേർഡ് ടൈം പ്ലസ് സെവന്ത് ടൈം ചെയ്തപ്പോഴും എനിക്ക് എന്ത് തന്നെ കിട്ടി? 50 തന്നെ കിട്ടി. അടുത്ത 2 8 സെക്കൻഡ് ടൈമും 8th ടൈമും എടുക്കണം. സെക്കൻഡ് ടൈം ഏതാണ്? 10ആണ്. 8th ടൈം അല്ലെങ്കിൽ എട്ടാമത്തെ പദം എന്ന് പറയുന്നത് എന്താണ്? 40ആണ്. ഇവരുടെ രണ്ടുപേരുടെ സംഭവം എന്ന് പറയുന്നത് എന്ത് തന്നെ കിട്ടി? 50 തന്നെ കിട്ടി. 10 പ്ലസ് 40 എന്ന് പറയുന്നത് എന്ത് തന്നെ കിട്ടി? 50 തന്നെ കിട്ടി. അടുത്ത ഒന്നാമത്തെയും 9ാമത്തെ ടൈംസ് എടുത്താലോ? 45 പ്ലസ് 5ആണ്. അത് എത്ര തന്നെ കിട്ടും? 50 തന്നെ കിട്ടത്തില്ലേ? ഫസ്റ്റ് ടൈം പ്ലസ് 9th ടൈം എന്ന് പറയുന്നത് എന്ത് തന്നെ കിട്ടി? 50 തന്നെ കിട്ടി. ഓക്കെ. ഇനി ഒരു പേരും കൂടി ഇല്ലേ? 5 5 എന്ന് പറയുന്നത്. ഈ അഞ്ചാമത്തെ ടൈമിനെ രണ്ടുപേരും ആഡ് ചെയ്താലും എന്ത് തന്നെ കിട്ടും? 50 തന്നെ കിട്ടത്തില്ലേ? അഞ്ചാമത്തെ ടൈം എന്ന് പറയുന്നത് ഏതാണ്? 25ആണ്. അപ്പൊ 5നെ 2 തവണ ആഡ് ചെയ്തപ്പോ പൊസിഷൻ സം എത്ര കിട്ടി? 10 തന്നെ കിട്ടും. അപ്പൊ അവയുടെ സമ്മ് എത്ര കിട്ടണം? 25 പ്ലസ് 25 പറയുന്നത് എത്ര തന്നെ കിട്ടി? 50 തന്നെ കിട്ടി. ഓക്കെ, അതാ പറഞ്ഞത്. എന്താ? ഒരേ പൊസിഷൻ സമ്മുള്ള ടേംസിന്റെ സമ്മ് എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. നമുക്ക് ഇത്ര കാര്യങ്ങൾ മാത്രമേ ചാപ്റ്റർ പഠിക്കാനുള്ളൂ. പറഞ്ഞില്ല, വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഇത്ര കാര്യങ്ങൾ മാത്രമേ പഠിക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് പഠിക്കുക. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തുക. ക്വസ്റ്റ്യൻസ് വേറൊരു വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതിലെ കൺസെപ്റ്റുകളെല്ലാം വൃത്തിയായിട്ട് പഠിക്കുക. എന്നിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് വെക്കുക. ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.